കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധി ഇന്നലെ പങ്കെടുത്ത പ്രോഗ്രാം ഡൽഹിയിൽ രചനാത്മക് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടന, കോൺഗ്രസിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അവര് സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാം ആയിരുന്നു. അത് ഭയങ്കര വിവാദമായിരിക്കുകയാണ്. അതിന്റെ കാരണം വേറൊന്നുമല്ല, ഈ പ്രോഗ്രാം അത് നിങ്ങൾ സോഷ്യൽ മീഡിയ കണ്ടു കാണാം. ആ പ്രോഗ്രാമിൽ വെച്ച് രാഹുൽ ഗാന്ധി ഒരു അഭിനയം കാഴ്ചവെക്കുന്നുണ്ട്. അഭിനയം എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കളിയായിക്കൊണ്ടുള്ള ഒരു പ്രകടനമാണ്. അപ്പൊ അതെന്താണെന്ന് വെച്ചാൽ അദ്ദേഹം മോദി വിദേശ രാഷ്ട്ര തലവന്മാരെ എല്ലാവരെയും ആശ്ലേഷിക്കാറുണ്ട്. അപ്പം പ്രധാനമന്ത്രിയുടെ ഫോറിൻ പോളിസി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആശ്ലേഷ പ്രകടനങ്ങളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധി ഈ വലിയൊരു ഓഡിറ്റോറിയമാണ്, ആ ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത് ഈ സ്റ്റേജിൽ ഈ ഒരു പരിപാടി കാണിക്കുന്നത്. അപ്പൊ ഇത് ആരെയാണ് അദ്ദേഹം സ്റ്റേജിൽ വെച്ച് കെട്ടിപ്പിടിക്കുന്നതെന്ന് വെച്ചാൽ സന്ദീപ് ദീക്ഷിത് എന്ന് പറയുന്ന ലീഡറെയാണ്. സന്ദീപ് ദീക്ഷിത് അത്യാവശ്യം ഫേമസ് ആണ്, കാരണം അദ്ദേഹത്തിന്റെ അമ്മ ഡൽഹിയുടെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു 15 വർഷക്കാലം, ഷീലാ ദീക്ഷിത്. അപ്പൊ ഈ ഷീലാ ദീക്ഷിത്തിനെ തോപ്പിച്ചുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ ദേശീയ രാഷ്ട്രീയത്തിൽ പ്രോമിനൻസിലേക്ക് വരുന്നതും ആം ആദ്മി പാർട്ടി അവിടെ കോൺഗ്രസിനെ ഇല്ലാതാക്കുന്നു. ഇപ്പൊ ഡൽഹിയിൽ കോൺഗ്രസ് ഇല്ല എന്ന് തന്നെ പറയാം. ആം ആദ്മി പാർട്ടി 10 വർഷം തുടർച്ചയായിട്ട് ഭരിക്കുന്നു. പിന്നെ അവിടെ BJP ഭരണത്തിൽ കയറുന്നു. ഇപ്പൊ കോൺഗ്രസിന് ഡിസ്റ്റന്റ് തേർഡ് ആണ്. അപ്പൊ ആ ഷീലാ ദീക്ഷിത് പിന്നെ മരിച്ചു വന്നു. ഷീലാ ദീക്ഷിത്താണ് നമ്മളുടെ ഈ ശ്രീധരനൊക്കെ മെട്രോമാൻ ആക്കി മാറ്റിയതിൽ ഏറ്റവും വലിയ പങ്കുവച്ച ഒരാള്. അപ്പൊ ഈ ഷീലാ ദീക്ഷിത്തിന്റെ മകനായ സന്ദീപ് ദീക്ഷിത് അപ്പൊ സ്റ്റേജിൽ വെച്ച് രാഹുൽ ഗാന്ധി ഇദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്നുണ്ടല്ലോ, ഈ മോദിയെ കളിയാക്കിക്കൊണ്ട്. അപ്പൊ ഈ സന്ദീപ് ദീക്ഷിത് തിരിച്ച് രാഹുൽ ഗാന്ധിയുടെ അടുത്തേക്ക് വരുന്നു, വന്നിട്ട് ചോദിക്കുന്നു, അങ്ങയോട് എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്. അപ്പൊ രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് എന്താണ് ആ ക്വസ്റ്റ്യൻ? അപ്പോൾ സന്ദീപ് ദീക്ഷിത് പറയും, അങ്ങ് മെലോണിയാണെന്ന് കരുതിയിട്ടാണോ എന്നെ കെട്ടിപ്പിടിച്ചതെന്ന്. അപ്പൊ ഇത് കേട്ട് അവിടെ സ്റ്റേജിൽ നിന്ന രാഹുൽ ഗാന്ധി ചിരിക്കുന്നു വളരെ പോസിറ്റീവായിട്ട്. അദ്ദേഹം വളരെ സന്തോഷവാനായ ക്വസ്റ്റ്യൻ കേട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ഓഡിറ്റോറിയത്തിലുണ്ടായിരുന്ന ആൾക്കാർ വലിയൊരു വിഭാഗം ആവേശത്തോടെ കൈയടിക്കുന്നു, വലിയ ആഹ്ലാദ പ്രകടനം നടത്തുന്നു. ഇതിലൊരു വലിയ കുഴപ്പമുണ്ട്. ഈ മെലോണി എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ലെവലിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വുമൻ ലീഡറാണ്. ഇന്ന് ലോകത്ത് ഉള്ള വുമൻ ലീഡേഴ്സിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വുമൻ ലീഡർ ജോർജിയ മെലോണിയാണ്. ഇറ്റലിയുടെ പ്രൈം മിനിസ്റ്ററാണ്. 40കളിൽ മാത്രമാണ് അവരുടെ ഏജ്. അത്യാവശ്യം നല്ല സുന്ദരിയാണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ പെട്ടെന്ന് വൈറലാവാറുണ്ട്. അവരൊരു റൈറ്റ് വിങ് ലീഡറാണ്. അവർ പിന്നീട് അവിടെ ഈ അടുത്ത കാലത്ത് ഇറ്റലിയിലെ ഭരണം പിടിച്ച ഏറ്റവും റൈറ്റ് വിങ് ആയിട്ടുള്ള വലതുപക്ഷക്കാരിയായിട്ടുള്ള ഒരു ലീഡറാണ്. അതുകൊണ്ട് തന്നെ വലിയ ഒരു റൈറ്റ് വിങ് ലീഡറായ നരേന്ദ്രമോദി എന്ന് പറയുന്ന ലോകത്തിൽ അറിയപ്പെടുന്ന വലതുപക്ഷക്കാരനായ നേതാവിനോട് അവർക്ക് വല്ലാത്ത ഒരു കെമിസ്ട്രി ഉണ്ട്. അതുകൊണ്ട് ഇവർ തങ്ങളുടെ കെമിസ്ട്രി മെലഡി എന്നുള്ള പേരുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ പലരും ആഘോഷിക്കാറുണ്ട്. അവരുടെ പരസ്പരമുള്ള സന്ദർശനങ്ങളിലൊക്കെ ഇവർ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നതും പരസ്പരം അഭിനന്ദിക്കുന്നതും ഒരുമിച്ചെടുക്കുന്ന സെൽഫികളും ഒക്കെ വലിയ വൈറലാവാറുണ്ട്. അപ്പോൾ അത് വെച്ചാണ് ഈ സന്ദീപ് ദീക്ഷിത് ഈ പരിപാടിയിൽ അങ്ങ് മെലോണിയാണെന്ന് കരുതിയാണോ എന്നെ കെട്ടിപ്പിടിച്ചതെന്ന് രാഹുൽ ഗാന്ധിയോട് ചോദിക്കുന്നു. സത്യത്തിൽ അത് വളരെ മോശമായി പോയെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒന്നാമത്തെ കാര്യം, ജോർജിയ മെലോണി ഒരു വുമൻ ലീഡറാണ്, ലോകത്തിൽ ഇന്ന് ഏറ്റവും പ്രശസ്തയായ വുമൻ ലീഡർ. അപ്പം മറ്റൊരു രാജ്യത്തിൻ്റെ ലീഡറാണ്. ആ രാജ്യവുമായിട്ട് നമുക്ക് വളരെ നല്ല നയതന്ത്ര ബന്ധമുള്ളതാണ്. ഇതൊരു BJP കഴിഞ്ഞതിൻ്റെ ഏറ്റവും വലിയ ദേശീയ പാർട്ടി, റെസ്പോൺസിബിൾ ആയിട്ടുള്ള ദേശീയ പാർട്ടി ആയിട്ടുള്ള കോൺഗ്രസിൻ്റെ ഒരു പരിപാടിയാണ്. അപ്പോൾ ആ പരിപാടി കവർ ചെയ്യാൻ ലോകത്തിലെ നാനാഭാഗത്തുനിന്നുള്ള പത്രമാധ്യമ പ്രതിനിധികൾ കാണും. കാരണം ഡൽഹിയിലായി പരിപാടി നടക്കുന്നത്. അപ്പോൾ ഇത് സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയൊക്കെ ലോകം മുഴുവനും പ്രചരിക്കുന്നുണ്ട്. ഈവൻ ഇറ്റലിയുടെ പ്രൈം മിനിസ്റ്ററിന്റെ ശ്രദ്ധയിലേക്ക് ഇത് എത്താം. അപ്പൊ നമ്മൾ ഈ രാജ്യത്തിന് തന്നെ എംബാരസിംഗ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ആക്കുന്ന ഒരു പരിപാടിയായിപ്പോയി. അല്ലെങ്കിലും അത് പ്രൈം മിനിസ്റ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു രാഷ്ട്ര തലവനായിക്കോട്ടെ, വുമനാണ് അവർക്കെതിരെ അങ്ങനെ ഒരു സെക്സിസ്റ്റ് പരാമർശം അവരെ ഇവിടേക്ക് വലിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കാര്യം മോദിയെ അവർക്ക് വിമർശിക്കാം. കാര്യം ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററാണ്. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ വിമർശനത്തിന് അതീതനല്ല. അദ്ദേഹത്തിനെതിരെ എന്ത് വിമർശനം ഉന്നയിക്കാം, യാതൊരു പ്രശ്നമല്ല. അതൊരു പേഴ്സണൽ അബ്യൂസ് ലെവലിലേക്ക് വരെ പലരും കൊണ്ടുപോകുന്ന കാണുന്നുണ്ട്. അതിന് പോലും മോദി വലുതായിട്ട് പ്രതികരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ മോദിയെ വിമർശിക്കാം, പക്ഷേ മെലോണി അതിൽ വലിച്ചെടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇത് കോൺഗ്രസ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സെൽഫ് ഗോളുകളിൽ ചിലതാണ്. പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ അമിത ആത്മവിശ്വാസത്തിലാണ്. കാരണം കോൺഗ്രസ് അവരുടെ വീക്കസ്റ്റ് പൊസിഷനിൽ എപ്പോഴും നിൽക്കുന്നെങ്കിലും പെട്ടെന്ന് അവർക്ക് ആത്മവിശ്വാസം കൂടി. ഈ ആത്മവിശ്വാസം കൂടാനുള്ള കാരണം ജന്തർ മന്ദറിൽ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ പ്രൊട്ടസ്റ്റ് ആണ്. ആ പ്രൊട്ടസ്റ്റ് ഒരു വലിയ വിജയമായിട്ട് ആണ് അവസാനിച്ചതെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറഞ്ഞ ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ റിസൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി നടന്ന പ്രൊട്ടസ്റ്റിൽ അവസാനം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നു. മോദിയുടെ ഗവൺമെന്റിന് മുഖം നഷ്ടപ്പെട്ടു എന്നാണ് സൗത്ത് ഇന്ത്യയിലെങ്കിലും മാധ്യമങ്ങളെല്ലാം വിശ്വസിക്കുന്നത്. നോർത്ത് ഇന്ത്യൻ മാധ്യമങ്ങൾ പോലും CJPക്ക് വലിയ കവറേജ് കൊടുത്തു. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണ്. പാർലമെന്റ് ഇത് ഇപ്പം കഴിഞ്ഞ ഒരു മൺസൂൺ സെഷൻ ഫുള്ളി ബഹളത്തിൽ മുങ്ങി വാഷൗട്ടായി പോയി. അപ്പോൾ അത്തരത്തിലൊക്കെ ഒരു സിറ്റുവേഷനിൽ പ്രതിപക്ഷത്തിനൊരു അപ്പർ ഹാൻഡ് ഉണ്ട് എന്ന് കോൺഗ്രസിന് തോന്നുന്നതിൽ തെറ്റൊന്നും പറയാനില്ല. അപ്പം മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസിന് ഭാവിയിൽ 2029 നടക്കുന്ന ലോക്സഭാ ഇലക്ഷനിൽ തിരിച്ച് അധികാരത്തിലേക്ക് വരാൻ കഴിയുമെന്ന എന്തോ ഒരു അമിത ആത്മവിശ്വാസം ഒരു പക്ഷേ അവർക്ക് തോന്നി തുടങ്ങി കാണും. അങ്ങനെ തോന്നുന്നതിൽ തെറ്റില്ല. പക്ഷേ
ആ തോന്നൽ അവരെ കൂടുതൽ റെസ്പോൺസിബിൾ ആക്കി മാറ്റുകയാണ് ചെയ്യേണ്ടത്. ആളുകളുടെ ഇമാജിനേഷൻ പിടിച്ചു പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അതിൽ ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ റീസെന്റ് ആയിട്ട് കോൺഗ്രസ് ചെയ്ത 2-3 മറ്റ് കാര്യങ്ങളെ കുറിച്ച് പറയാം. കഴിഞ്ഞ ആഴ്ച നടന്നതാണ്, പാർലമെന്റിന് മുന്നിൽ ഒരു പ്രതിഷേധ പ്രകടനം നടക്കുകയാണ്. അയോധ്യയിലെ ഈ സംഭാവനക്കൊള്ള സൂചിപ്പിച്ചുകൊണ്ട്, അയോധ്യയിൽ സംഭാവനക്കൊള്ള നടന്നു, അതിൽ സംശയമൊന്നുമില്ല, അത് വലിയ തെറ്റുമായിരുന്നു. ഈ സംഭാവനക്കൊള്ള സൂചിപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രതിഷേധ പരിപാടി ആസൂത്രണം ചെയ്ത് പപ്പു യാദവ് എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ എംപിയും രാഹുൽ ഗാന്ധിയും ചേർന്നാണ്. അവിടെ ഒരു ഡ്രാമ പോലുള്ളൊരു സംഭവമാണ് അവർ ഇനാക്ട് ചെയ്തത്. അപ്പോൾ ഈ പപ്പു യാദവ് ആക്ച്വലി ഒരു വളരെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു എം പിയാണ്. ബീഹാർ രാഷ്ട്രീയത്തിൽ സയ്യിദ് ഷഹാബുദ്ദീൻ, അതുപോലെ പപ്പു യാദവ്, ഇതുപോലുള്ള രാഷ്ട്രീയക്കാരെ എല്ലാം ഗുണ്ട രാഷ്ട്രീയ നേതാക്കന്മാരായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഈ പപ്പു യാദവ് കൊലപാതക കേസിലൊക്കെ ജയിലിലൊക്കെ കിടന്നിട്ടുള്ള ഒരുപാട് ക്രിമിനൽ കേസുകളൊക്കെ ഉള്ള ഒരു എം പി ആണ്. പക്ഷെ അയാൾ ഒരു പാർട്ടിക്ക് ഉണ്ടായിരുന്നു, അയാൾ ആ പാർട്ടി ഇടയ്ക്ക് കോൺഗ്രസിൽ മെർജ് ചെയ്യാണ്. അങ്ങനെയാണ് അയാൾ കോൺഗ്രസിന്റെ ലീഡർ ആവുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇയാൾ പ്രതിപക്ഷ എം പിമാരെല്ലാം നോക്കി നിൽക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു അയോധ്യയില് ഒരു ഹിന്ദു സന്യാസിയുടെ വേഷം ധരിച്ച അയോധ്യയിലെ ഒരു സന്യാസിയായിട്ട് പാർലമെന്റിന് മുന്നിൽ വന്നിരിക്കുകയാണ് ഔട്ട്സൈഡില്. അപ്പൊ ഈ അയാളെ അടുത്തേക്ക് രാഹുൽ ഗാന്ധി ഒരു ഭക്തനായി വരുന്നു. എന്നിട്ട് ഈ ഭക്തന് കാണിക്ക ഈ ക്ഷേത്രത്തിൽ ഇടുന്നു, അയോധ്യ ക്ഷേത്രത്തിൽ. ആ കാണിക്ക എടുത്ത് ഈ സന്യാസി പോക്കറ്റ് ഇടുന്നു. അതായത് സന്യാസി ഇത് മോട്ടിച്ച് അയാളെ കൈക്കലാക്കുന്നു. ഇതാണ് ഈ പപ്പു യാദവോട് അഭിനയിച്ച് കാണിക്കുന്നത്. രാഹുൽ ഗാന്ധിയാണ് കൊണ്ട് പൈസ കൊടുക്കുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരാണ് ഇത് ഡ്രാമയിൽ മെയിനായിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഒരു വലിയ മിസ്റ്റേക്ക് പറ്റി. ആക്ച്വലി സംഭാവനക്കൊള്ള എന്ന് പറയുന്ന സംഭവം നടക്കുമ്പോൾ അതിൽ ആരോപണ വിധേയരായിട്ടുള്ളതിൽ ഒരാൾ പോലും സന്യാസിയില്ല. അതാണ് ഏറ്റവും വലിയ തമാശ. ആരോപണ വിധേയരായിട്ടുള്ള ആൾക്കാർ, ഈ ട്രസ്റ്റിലുള്ള ആൾക്കാർ, അവർ സന്യാസിമാരല്ല. ഈ സംഘപരിവാർ ബന്ധമുള്ള ആൾക്കാരൊക്കെയാണ് അതിലുള്ളത് എന്നും പറഞ്ഞൊക്കെയാണ് എല്ലാവരും വിമർശിച്ചതും BJP പ്രതിരോധത്തിലാക്കിയതും ഒക്കെ. അതിൽ സന്യാസിമാർ പക്ഷേ ഇല്ല. അപ്പൊ ഈ സന്യാസിമാരെ വെച്ച് ഇത് ഈ ഒരു ഡ്രാമ ഇങ്ങനെ ആക്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പൊ അത് വേറൊരു രീതിയിൽ പല കേസുകൾക്കും കാരണമായി. ഹിന്ദു സന്യാസിമാരെ ആക്ഷേപിക്കുന്ന രീതിയിൽ അവിടെ ഡ്രാമ നടത്തി എന്നുള്ള പേരിൽ. അത് സത്യത്തിൽ അതൊരു തെറ്റുമായിരുന്നു. കാര്യം സന്യാസിമാർക്ക് ഇതിൽ പങ്കില്ല. അപ്പൊ സന്യാസിമാരെ യഥാർത്ഥത്തിൽ സൂചിപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു. പിന്നെ വേറൊരു കാര്യം, ഇന്നലെ പവൻ ഖേര എന്ന് പറയുന്ന മറ്റൊരു കോൺഗ്രസ് ലീഡർ പാർലമെന്റിന് വെളിയിൽ ഒരു കുരങ്ങിന്റെ സ്റ്റഫ്ഡ് ഡോളും കൊണ്ട് പ്രകടനം നടത്തി. 56 ഇഞ്ചിന്റെ പിന്നീട് ചോട്ടാ ബന്ദർ, അതായത് കുട്ടിക്കുരങ്ങൻ എവിടെ ഒളിച്ചിരിക്കുന്നു വരൂ എന്ന് പറഞ്ഞു. അത് അമിത്ഷായെ സൂചിപ്പിച്ച് നടത്തിയ പരിപാടിയാണ്. അത് ആക്ച്വലി പ്രതീകാത്മകമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ്. പക്ഷെ അവിടെയും യഥാർത്ഥത്തിൽ എന്താ പറയുന്നത്, ഇതൊരു രാഷ്ട്രീയത്തിൽ വ്യക്തിപരമായിട്ടുള്ള രീതിയിലുള്ള അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കുള്ള ആരോപണങ്ങളായി മാറുന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം ഇത് ഇപ്പം കുട്ടിക്കുരങ്ങൻ എന്നും പറഞ്ഞൊക്കെ ഒരു രാഷ്ട്രീയ നേതാവിനെ വിളിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പം ഇതൊക്കെ യഥാർത്ഥത്തിൽ നമ്മളുടെ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതിയുടെ ഒരു വലിയ ഉദാഹരണമായിട്ടാണ് കാണുന്നത്. അപ്പം ചിലരൊക്കെ പറയാനുണ്ട് അങ്ങനെയാണ് രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ BJPയുടെ പ്രമുഖ നേതാക്കന്മാർ ആരും അങ്ങനെ വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹത്തിനെ പപ്പു എന്ന് വിളിക്കുന്ന ഈ പിന്നീട് പാർട്ടി അനുഭാവികളും അവരുടെ സൈബർ വാരിയേഴ്സും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് എന്തും ആവാം. അവരിപ്പം കോൺഗ്രസ്സുകാരും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരും അങ്ങനെ എല്ലാ പാർട്ടിയുടെയും ഈ സൈബർ പോരാളികളും സോഷ്യൽ മീഡിയയിൽ ഒളിഞ്ഞിരുന്ന ആക്രമണം നടത്തുന്ന ആൾക്കാരൊക്കെ പരസ്പരം എന്തെല്ലാം ചെളിവാരി അറിയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ കോൺഗ്രസ് തന്നെ മറ്റ് ലീഡേഴ്സ് നോക്കൂ. അപ്പം നമ്മളുടെ രാഹുൽ ഗാന്ധി വിട്ടിട്ട്, രാഹുൽ ഗാന്ധി അവിടുത്തെ ഡിഫാക്ടോ ലീഡർ ആണ്, അത് അൺക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള അൺഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള ലീഡറാണ്. അത് ഒഴിവാക്കി മറ്റ് ലീഡേഴ്സിനെ നിങ്ങൾ നോക്കൂ. ഇപ്പം കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ 3-4 നേതാക്കന്മാരുണ്ട്. നമ്മളുടെ ചീഫ് മിനിസ്റ്റർ VD സതീശൻ, രമേശ് ചെന്നിത്തല, അതുപോലെ തന്നെ KC വേണുഗോപാൽ, അദ്ദേഹം ഇപ്പോൾ നാഷണൽ ലെവലിലാണ് പ്രവർത്തിക്കുന്നത്, ശശി തരൂർ. ഈ 4 പേരുമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ 4 കോൺഗ്രസ് ലീഡേഴ്സ് കേരളത്തിൽ നിന്നുള്ളവർ. ഇനി കർണാടകത്തിൽ നിന്നുള്ള DK ശിവകുമാറിനെ നോക്കൂ, സിദ്ധരാമയ്യ തന്നെ നോക്കൂ, പിന്നീട് അല്ലെങ്കിൽ മല്ലികാർജ്ജുന ഖാർഗെ നോക്കൂ. പിന്നീട് സൗത്ത് ഇന്ത്യയിൽ മാത്രമേ കോൺഗ്രസിന് എടുത്തു പറയാനുള്ള ലീഡേഴ്സ് ഉള്ളൂ എന്ന്, അതുകൊണ്ടാണ് ഈ സൗത്ത് ഇന്ത്യ എന്നുള്ള ലീഡേഴ്സിന് പറയുന്നത്. പിന്നെ തെലങ്കാനയുടെ ചീഫ് മിനിസ്റ്റർ രേവന്ത് റെഡ്ഡി, ഇങ്ങനെയൊക്കെയുള്ള ലീഡേഴ്സ് നോക്കുമ്പം ഇവരാരും ഇത്തരത്തിലുള്ള ഇമ്മച്ചുറായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്ന അപൂർവമാണ്. അപ്പം രാഹുൽ ഗാന്ധിയാണ് അവരുടെ ഏറ്റവും വലിയ ലീഡർ. അദ്ദേഹത്തിനെ കാണിച്ചാണ് ആൾക്കാരെ മുന്നിൽ നിന്ന് അവരെ വോട്ട് പിടിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ അവർ ഏറ്റവും വലിയ ലീഡറായിട്ട് കാണിച്ചുകൊണ്ട് അടുത്ത പ്രധാനമന്ത്രിയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന മനുഷ്യനാണ് ഇത്തരത്തിലുള്ള പിന്നീട് എന്താ പറയുന്നത് ഇമ്മച്ചുർ ആക്ട് എന്ന് മെജോറിറ്റിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ അവരുടെ ഏറ്റവും വലിയ ആരാധകർക്ക് അങ്ങനെ തോന്നത്തില്ലായിരിക്കാം, പക്ഷെ ഇവിടുത്തെ മെജോറിറ്റി ജനങ്ങൾക്ക് അങ്ങനെ തോന്നുന്ന രീതിയിലേക്ക് പോകുന്നത്. അതേസമയത്ത് ഇത്തരത്തിലുള്ള ഞാൻ പറഞ്ഞ ഈ രമേശ് ചെന്നിത്തല ആവട്ടെ, VD സതീശനാവട്ടെ, KC വേണുഗോപാൽ ആവട്ടെ, അല്ലെങ്കിൽ DK ശിവകുമാർ ആവട്ടെ, ഇവരാരും അത്തരത്തിലുള്ള എന്തെങ്കിലും പെർഫോമൻസുകൾ ഓൺ സ്റ്റേജിൽ നടത്തുന്നതോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതിയോഗികളെ ഇത്ര മോശമായിട്ടുള്ള രീതിയിൽ പേഴ്സണലി വെർബലി അറ്റാക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ സെക്സിസ്റ്റ് റിമാർക്കുകൾ നടത്തുന്നതൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. വളരെ റെയറായിട്ട് ഒരു രാഷ്ട്രീയ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ ഫ്രീക്വൻ്റ് ആയിട്ട് അങ്ങനെ ചെയ്യുന്നത് കാണാനേ ഇല്ല. അപ്പം നമ്മളുടെ രാഷ്ട്രീയം അങ്ങനെയാണ്. ആക്ച്വലി കുറച്ചുകൂടെ എന്താ പറയുക ജെന്റിൽമാൻ പൊളിറ്റിക്സ് ആണ് ഇന്ത്യൻ രാഷ്ട്രീയം ഇത്രയും കാലം
കണ്ടുകൊണ്ടിരുന്നത്. ആ ഒരു പൊളിറ്റിക്കൽ ലെവലിൽ നിന്ന് അതിൻ്റെ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് അല്ലെങ്കിൽ അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ ഒക്കെ പേഴ്സണൽ ലെവലിലേക്ക് പോകുന്ന ഒരിക്കലും നല്ലതല്ല. കോൺഗ്രസിന് ആക്ച്വലി ഒരു ഓപ്പർച്യൂണിറ്റി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോഴും ഉണ്ട്. അത് കാര്യം കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി, ചിലരൊക്കെ പറയാറുണ്ട്, കോൺഗ്രസ് അനുകൂല ചരിത്രകാരന്മാർ പറയാറുണ്ട് മോഡേൺ ഇന്ത്യയുടെ ചരിത്രം കോൺഗ്രസിന്റെ ചരിത്രമാണ്. എനിക്ക് അങ്ങനെ പറയാൻ താല്പര്യമില്ല. മോഡേൺ ഇന്ത്യയുടെ ചരിത്രം കോൺഗ്രസിന്റെ കൂടെ ചരിത്രമാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കോൺഗ്രസിന്റെ ചരിത്രം മാത്രമല്ല മോഡേൺ ഇന്ത്യയുടെ ചരിത്രം, പക്ഷേ കോൺഗ്രസിന്റെ കൂടെ ചരിത്രമാണ് എന്ന് മാത്രമല്ല മോഡേൺ ഇന്ത്യ, ആ മോഡേൺ ഇന്ത്യയുടെ ഇന്നത്തെ രീതിയിലുള്ള വളർച്ചയിൽ നിസ്തുലമായ സംഭാവനകൾ നൽകിയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മഹാന്മാരായിട്ടുള്ള പല മനുഷ്യരും കോൺഗ്രസ് നേതാക്കന്മാരായിരുന്നു. അത് മഹാത്മാഗാന്ധി, സർദാർ വല്ലഭായ് പട്ടേൽ, നേതാജി സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു, ഇവരെല്ലാവരും വലിയ, അതുപോലെ വിമൻ ലീഡേഴ്സ് ഉണ്ടായിരുന്നു, സരോജിനി നായിഡു, ആനി ബെസന്റ് ഒക്കെ പോലുള്ള ലീഡേഴ്സ്. ഇവർ എല്ലാവരും ചേർന്ന് ഇവരെല്ലാവരും മഹത്തുക്കളായിരുന്നു. അതിലൊന്നും യാതൊരു സംശയമുള്ള കാര്യമല്ല. ഇപ്പം ജവഹർലാൽ നെഹ്റുവിൻ്റെ അഡ്മിനിസ്ട്രേഷൻ സൈഡിൽ നോക്കുമ്പോഴത്തേക്ക് ചില ഫെയിലിയേഴ്സ് ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് വലിയ ക്രിറ്റിസിസം ഒക്കെ എപ്പോഴും നേരിടാറുണ്ട്. അത് ക്രിറ്റിസിസത്തിന് അതീതരല്ല ആരും. അപ്പം ആ ക്രിറ്റിസിസം അത് ഓക്കെയാണ്. പക്ഷെ അപ്പോഴും അവർ നൽകിയ സംഭാവനകൾ നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. ഇവരെല്ലാം മഹത്തായ നേതാക്കന്മാരാണ്. അതിനുശേഷം വന്ന ഇന്ദിരാഗാന്ധി, അവരും രാജ്യത്തിന് വലിയ സംഭാവനകൾ നൽകിയ നേതാവാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർ ഇരുന്ന കസേരകളിലാണ് ഇനിയും ഇരിക്കാൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവിയിൽ തന്നെ രാഹുൽ ഗാന്ധിക്ക് ഇരിക്കുന്നുണ്ട് 2017-19 കാലഘട്ടത്തിലൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള നേതാക്കന്മാർ കൈപിടിച്ച് വളർത്തിക്കൊണ്ടുവന്നൊരു പ്രസ്ഥാനം, അതിന് ഇനി ഈ രാജ്യത്തിന് ഇനിയും വേണം. അപ്പം അത്തരത്തിലുള്ളൊരു പൊളിറ്റിക്കൽ പാർട്ടിയെ നശിച്ചു പോകാതെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയിൽ അധിഷ്ഠിതമായിരിക്കുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധിയിൽ അധിഷ്ഠിതമായിരിക്കുന്ന വെച്ചാൽ കോൺഗ്രസ്സുകാരെ എപ്പോഴും അംഗീകരിക്കുന്ന അവർ ഗാന്ധി ഫാമിലി മാത്രമേ അംഗീകരിക്കുകയുള്ളൂ. ഇന്ത്യയിൽ 2 തരത്തിലുള്ള ലീഡേഴ്സാണ് ഉള്ളത്. ഒന്നെന്ന് വെച്ചാൽ ഡൈനാസ്റ്റി പൊളിറ്റിക്സ് വഴി, അതായത് ജനിച്ചതേ എപ്പോഴേ ലീഡറായിട്ട് ജനിച്ചവരും അല്ലാതെ പ്രവർത്തനങ്ങളിൽ കൂടി ലീഡറായവരും. അത് ഈ ജനിച്ചപ്പോഴേ ലീഡറായിട്ടുള്ള ആൾക്കാരാണ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, അങ്ങനെയുള്ള ആൾക്കാർ. കാര്യം അവർ ഗാന്ധി ഫാമിലിയിൽ ജനിച്ചുകൊണ്ട് അവർ ഉറപ്പ് ലീഡേഴ്സാണ്. ഇപ്പം പ്രിയങ്ക ഗാന്ധിയുടെ 2 മക്കളുണ്ട്. അവരുൾപ്പെടെ നമുക്കിപ്പോഴേ തീരുമാനിക്കാം അവരൊക്കെ ദേശീയ നേതാക്കളാണെന്ന്. കാര്യം എന്താണ്, അവർ ജനിച്ചതേ അങ്ങനെ ഒരു ഫാമിലിയിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഈ ഗാന്ധി ഫാമിലിയിൽ മാത്രമല്ല, ഇപ്പം സ്റ്റാലിൻ്റെ കുടുംബത്തിൽ ജനിക്കുന്ന അങ്ങേരുടെ മക്കളെല്ലാം വലിയ നേതാക്കന്മാരാണ് തമിഴ്നാട് പൊളിറ്റിക്സിൽ. ഇപ്പോൾ വിജയുടെ മക്കൾ ഭാവിയിൽ ചിലപ്പോൾ തമിഴ്നാട്ടിലെ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരാവാം. കാര്യം എന്ന് വെച്ചാൽ വിജയ് ഇപ്പോൾ ഒരു പാർട്ടി ഉണ്ടാക്കിയത് സക്സസ്ഫുൾ ആയതുകൊണ്ട്. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഡൈനാസ്റ്റി പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് വരുന്ന ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ഫാമിലീസിലെ മക്കളെല്ലാം ജനിക്കുന്നത് രാഷ്ട്രീയ നേതാക്കന്മാരായിട്ട്. അവർ ജനിച്ച് വീഴുമ്പോൾ തന്നെ അവരെ രാഷ്ട്രീയ നേതാവായിട്ട് അവരുടെ അണികൾ അംഗീകരിച്ചു കഴിഞ്ഞു. അങ്ങനെയാണ്. അതല്ലാതെ ത്രൂ റാങ്ക് ആൻഡ് ഫയൽ വളർന്നു വരുന്ന നേതാക്കന്മാരുണ്ട്. അത്തരത്തിലുള്ള നേതാക്കന്മാരാണ് പണ്ടത്തെ ജയപ്രകാശ് നാരായൺ തൊട്ട് ഇങ്ങോട്ട് ഇന്ന് നരേന്ദ്രമോദി വരെയുള്ള ലീഡേഴ്സ് എന്ന് പറയുന്നത്. നേതാക്കന്മാർ ഇപ്പോൾ ഡൈനാസ്റ്റികളിൽ നിന്ന് വരുന്ന നേതാക്കന്മാരാണെങ്കിൽ, അല്ലെങ്കിൽ ത്രൂ റാങ്ക് ആൻഡ് ഫയൽ വരുന്ന നേതാക്കന്മാരാണെങ്കിൽ 2 പേർക്ക് സക്സസ്ഫുൾ ആവാം. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഡൈനാസ്റ്റി എന്നാണെങ്കിൽ ഇപ്പോൾ ഇന്ദിരാഗാന്ധി. അവരൊരു അത്യാവശ്യം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡർ തന്നെയായിരുന്നു. കാര്യം ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രു ഒരു സൈഡിലുണ്ടായിരുന്ന ഈസ്റ്റ് പാകിസ്ഥാൻ, അതിനെ ഇല്ലാതാക്കി ബംഗ്ലാദേശ് അവിടെ ക്രിയേറ്റ് ചെയ്തതും ഒക്കെ അവരുടെ വലിയ സംഭാവന തന്നെയാണ്. ഒരു പരിധി വരെ പിന്നീട് സിഖ് വിരുദ്ധ എന്ന് പറഞ്ഞ രാജ്യത്തിനകത്ത് നടന്നൊരു ടെററിസ്റ്റ്, ഒരു തീവ്രവാദമായിരുന്നു ഖാലിസ്ഥാൻ മൂവ്മെന്റ്. അതിനെ അടിച്ചൊതുക്കുന്നതിലൊക്കെ വലിയ ഒരു ഔത്സുക്യം കാണിച്ച ലീഡറാണ് ഇന്ദിരാഗാന്ധി. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അവർ വലിയൊരു ലീഡർ തന്നെയാണ്. അപ്പം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഈ ഡൈനാസ്റ്റികളിൽ കൂടെ വളർന്നു വന്ന നേതാക്കന്മാരിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ലീഡറാണ് ഇന്ദിരാഗാന്ധി. അതേ സമയത്ത് ഒരു ഡൈനാസ്റ്റിയുടെയും പിന്തുണ ഇല്ലാതെ ത്രൂ റാങ്ക് ആൻഡ് ഫയൽ ഗ്രാസ് റൂട്ടിൽ നിന്ന് വളർന്ന നേതാക്കന്മാരിൽ വലിയ ലീഡേഴ്സിൽ 2 പേരെ ഞാൻ ഒന്ന് പറഞ്ഞ ജയപ്രകാശ് നാരായണനും അതുപോലെ സർദാർ പട്ടേലിനും പറയാം, ഇന്നത്തെ നരേന്ദ്രമോദിയെ പറയാം. അപ്പം ഇതിൽ ഈ ആർക്കും സക്സസ് ആവാൻ പറ്റും. അതിന് വിഷൻ വേണം. അവരൊരു വിഷണറി ആയിരിക്കണം. നരേന്ദ്രമോദി തീർച്ചയായിട്ടും വിഷണറി ആയിട്ടുള്ള ഒരു പ്രൈം മിനിസ്റ്ററാണ്. കാരണം ഞാൻ ഇന്ന് ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു നെഗറ്റീവായിട്ടുള്ള വൈറലായിട്ടുള്ള വീഡിയോ ഒക്കെ കണ്ട് മടുത്തിരിക്കുമ്പോൾ ഒരു വളരെ സന്തോഷം തന്നൊരു വീഡിയോ വരുന്നു. അത് വന്നേക്കുന്നത് റായ്പൂരിൽ നിന്നാണ്, ഛത്തീസ്ഗഡിന്റെ ക്യാപിറ്റലായ റായ്പൂരിൽ നിന്ന്. റായ്പൂരിലെ ഈ വീഡിയോ എന്താണെന്ന് അറിയാമോ? റായ്പൂരിൽ നാഷണൽ ഹാൻഡ്ലൂം ഡേയുടെ കൈത്തറി ദിനത്തിന്റെ ഭാഗമായിട്ട് ഒരു ഫാഷൻ ഷോ നടന്നു. ആ ഫാഷൻ ഷോയിൽ പങ്കെടുക്കുന്ന ആരൊക്കെയാണെന്ന് അറിയാമോ? ആ ഫാഷൻ ഷോയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ മാവോയിസത്തിൽ പങ്കെടുത്തിരുന്ന, അല്ലെങ്കിൽ മാവോയിസ്റ്റ് മൂവ്മെന്റിന്റെ ഭാഗമായിരുന്ന കുറെ സ്ത്രീകൾ. അവർ ആയുധം വെച്ച് കീഴടങ്ങി പൊതുധാരയിൽ വന്നിട്ട് അവര് ഇന്ന് സാധാരണ ജീവിതം നയിക്കുകയാണ്. അവർ ഫാഷൻ ഷോയിൽ റാമ്പ് വാക്ക് നടത്തുകയാണ്. ഈ കൈത്തറി വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് അവർ അവസാനം അനുമോദിക്കുന്ന ചടങ്ങാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രിയായ വിഷ്ണു ദിയോ സായിയാണ്. അങ്ങനെ ഒരു രീതിയിലേക്ക് ഇന്ത്യയെ കൈപിടിച്ച് നടത്തിയത് സ്വാഭാവികമായിട്ട് നരേന്ദ്രമോദി തന്നെയാണ്. കാര്യം മാവോയിസ്റ്റ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു. അതുപോലെ ഇന്ന് കണ്ട ഇന്നത്തെ ഹിന്ദു പത്രത്തിലെ ഫ്രണ്ട് പേജിൽ ഏറ്റവും വലിയ ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ എക്സ്പോർട്ട് സർവകാല റെക്കോർഡിൽ, അതായത് ഇന്ത്യയുടെ എക്സ്പോർട്ട്
ഈ വർഷം $1 ട്രില്യൺ $1 ട്രില്യൺ എന്ന് പറയുമ്പോഴത്തേക്ക് $1000 ബില്യൺ അത് ഇന്ത്യ 2015-16 കാലഘട്ടത്തിൽ മൊത്തം ഇന്ത്യയുടെ എക്സ്പോർട്ട് $400 ബില്യൺ ഉള്ളായിരുന്നു. അതിപ്പോൾ 10 വർഷം കഴിഞ്ഞപ്പം അതിൻ്റെ 2.5 മടങ്ങ് കൂടി $1000 ബില്യൺ എത്താൻ പോയാ. അപ്പം അതൊക്കെ ഇന്നത്തെ ലോകത്ത് വലിയ ഭൗമരാഷ്ട്രീയ പ്രശ്നങ്ങളും യുദ്ധങ്ങളും ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് ഭീഷണികളോടൊക്കെ ഉള്ളപ്പോഴാണ് ഇന്ത്യ ഓരോ മാസവും റെക്കോർഡ് വേഗതയിൽ ഇന്ത്യയുടെ എക്സ്പോർട്ട് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു വിഷണറി ലീഡറിനെ പറ്റുള്ളൂ. നമ്മളുടെ UPI ഈ ഡിജിറ്റൽ റെവല്യൂഷൻ തന്നെ ഒരു വിഷണറി ലീഡറിന് മാത്രം ചെയ്യാൻ പറ്റുന്നതാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 2014 വരെ ഇന്ത്യയിലെ 18,000 ഗ്രാമങ്ങളിൽ ഇലക്ട്രിസിറ്റി എത്തി നോക്കിയിട്ടില്ലായിരുന്നു. വേണമെങ്കിൽ ഇപ്പം ഡേറ്റ എടുത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്ക്. 18,000 ഗ്രാമങ്ങളിൽ ഇലക്ട്രിസിറ്റി റീച്ച് ചെയ്തിട്ടില്ലായിരുന്നു. 2018 ആയപ്പോൾ ഇന്ത്യയിൽ ഒരു ഗ്രാമം പോലും ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ഗ്രാമം ഇല്ല. എല്ലാ ഗ്രാമങ്ങളിലും ഇലക്ട്രിസിറ്റി. ഈ വർഷം ഇന്ത്യയിൽ എല്ലാ വില്ലേജസിലും ഒരു ബാങ്കിൻ്റെ ബ്രാഞ്ചെങ്കിലും ഉണ്ടാവും. ഈ വർഷത്തിലൂടെ ഏതാണ്ട് 99% ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ഇപ്പോൾ ബാങ്ക് ബ്രാഞ്ചായി. ഈ വർഷത്തിലൂടെ ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലും ബാങ്ക് ബ്രാഞ്ചുകളാവും. ഇതൊക്കെ ഇവരുടെ കാലഘട്ടത്തിൽ നടന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഹീസ് എ വിഷണറി പൊളിറ്റീഷ്യൻ, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. അപ്പം ഇനി രാഹുൽ ഗാന്ധിയെ പോലൊരു ലീഡർ ഒരു വിഷണറിയായി മാറിയെങ്കിൽ മാത്രമേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവർക്ക് കോൺഗ്രസിൻ്റെ ലോസ്റ്റ് ഗ്ലോറി പിടിച്ചെടുക്കാൻ പറ്റൂ. അപ്പം അതിന് അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രകടനങ്ങളല്ല കാഴ്ചവെക്കേണ്ടത്. കോൺഗ്രസ്സിലെ തലമുതിർന്ന നേതാക്കന്മാർ അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. കാരണം അദ്ദേഹം സക്സസ്ഫുൾ ആവണം. കാരണം BJP എല്ലാ കാലവും ഇന്ത്യ ഭരിക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ BJPക്ക് പകരം മറ്റൊരു പൊളിറ്റിക്കൽ പാർട്ടി ഉയർന്നു വരാത്തിടത്തോളം കാലം കോൺഗ്രസ് ഒക്കെ ആയിരിക്കണം ഈ ഓൾട്ടർനേറ്റീവ് പൊളിറ്റിക്സിന് പിന്നീട് ലീഡർഷിപ്പ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു വിഷണറി ലീഡറാണ് വേണ്ടത്. ഇപ്പോൾ ഇന്ത്യയെ കഴിഞ്ഞ 12 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷണറി ലീഡറാണ്. അങ്ങനെ ഒരു വിഷണറി ലീഡറിൽ നിന്ന് അടുത്ത വിഷണറി ലീഡറിലേക്ക് പോയില്ലെന്നുണ്ടെങ്കിലാണ് രാജ്യം ഇപ്പം നേടിക്കൊണ്ടിരിക്കുന്ന പുരോഗതി ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലും നാഷണൽ സെക്യൂരിറ്റിയുടെ കാര്യത്തിലും അതുപോലെ ഡിജിറ്റൽ മേഖലയിലും ഒക്കെ നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്ന പുരോഗതി എല്ലാം ഇല്ലാതായി പോകും. അപ്പോൾ വീണ്ടും ഒരു വിഷണറി ലീഡർ ആയിരിക്കണം നമ്മൾ പിന്നീട് ഭരണം വീണ്ടും ആ ഒരു ബാറ്റൺ കൈമാറേണ്ടത് അത്തരത്തിലുള്ള ലീഡറിലേക്കായിരിക്കണം. അപ്പോൾ രാഹുൽ ഗാന്ധി ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അത്തരത്തിലുള്ളൊരു വിഷണറിയായി മാറണം. അല്ലാതെ അദ്ദേഹം ചുമ്മാ നമ്മളെ കൊച്ചു പിള്ളേർ കാണിക്കുന്നത് പോലെ സ്റ്റേജിൽ ഡ്രാമ കാണിക്കുക, അല്ലെങ്കിൽ സന്യാസിയുടെ വേഷം കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ആളിൻ്റെ അടുത്ത് ഇതുപോലെ പിന്നീട് ഡ്രാമ കളിക്കുക, അതൊക്കെ യഥാർത്ഥത്തിൽ സന്യാസി അതിലൊന്നും പഠിച്ചതല്ല. അപ്പം ഇതൊക്കെ വലിയ വിമർശനത്തിന് കാരണമാണ്. അപ്പോൾ കാര്യങ്ങൾ പഠിച്ച് അല്ലെങ്കിൽ എന്ത് വിഷനാണ് ഇനി നമ്മൾ ഓൾട്ടർനേറ്റീവായിട്ട് ഈ രാജ്യത്തിന് മുന്നിൽ വയ്ക്കാൻ പോകണം അത് വ്യക്തമായിട്ട് പറയണം. ഇതൊന്നും പറയാൻ ഇത്തരത്തിലുള്ള ഡ്രാമകൾ കളിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഒന്നാമത് ഇന്ത്യൻ രാഷ്ട്രീയം ഇപ്പോൾ വലിയൊരു ഒരു ടേൺ റൗണ്ടിൻ്റെ പാതയിലാണെന്നാണ് പൊതുവേ കരുതപ്പെടുന്നത്. എനിക്കും അങ്ങനെ ഒരു സംശയമുണ്ട്. കാരണം പ്രശാന്ത് കിഷോർ എന്ന് പറഞ്ഞ ആള് അവിടുത്തെ ബീഹാറിലെ ബങ്കിപ്പൂർ എന്ന് പറഞ്ഞ മണ്ഡലം ജയിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അഖിലേഷ് യാദവ് എന്ന് പറഞ്ഞ സമാജ്വാദി പാർട്ടിയുടെ ലീഡർ, രാഹുൽ ഗാന്ധിയുടെ കൂടെയുള്ള സമാജ്വാദി പാർട്ടിയുടെ ലീഡർ പറഞ്ഞെന്താണെന്ന് അറിയാമോ? ബങ്കിപ്പൂരിൽ BJP തോറ്റുകൊടുത്തതാണ് EVMൽ അട്ടിമറിയില്ല എന്ന് അറിയിക്കാനെന്നാണ്. അപ്പം യഥാർത്ഥത്തിൽ സമാജ്വാദി പാർട്ടിയുടെ ലീഡർ അഖിലേഷ് യാദവ് പോലും കരുതുന്നത് ബങ്കിപ്പൂരിൽ BJP പ്രശാന്ത് യാദവിനെ വളർത്തിക്കൊണ്ട് വരികയാണ്, അതുവഴി അവിടുത്തെ RJD രാഷ്ട്രീയത്തെ ഇല്ലാതാക്കാനും ഒക്കെയാണ് ശ്രമിക്കുന്നത്, പുതിയൊരു പ്രതിപക്ഷത്തെ ഉണ്ടാക്കുകയാണെന്നാണ്. ഈ CJP പോലും BJPയുടെ സൃഷ്ടിയാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം പ്രതിപക്ഷ പാർട്ടികളുടെ വോട്ടുകൾ ഫ്യൂച്ചറിൽ വിഘടിച്ചു പോവുക, ജനങ്ങൾ BJPക്കെതിരെ ചിന്തിച്ചാൽ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഉണ്ടാവുന്ന എതിർ വോട്ടുകൾ കോൺഗ്രസ് പോലുള്ള പാർട്ടികൾക്ക് കിട്ടാതെ, ഇന്ത്യയുടെ ട്രഡീഷണൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് കിട്ടാതെ ഫ്രാഗ്മെന്റ് ചെയ്ത് പോവുക എന്നൊക്കെയുള്ള ഒരു വിഷന്റെ ഭാഗമാണെന്ന് ഒരു സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനി അങ്ങനെ അല്ലാതിരിക്കട്ടെ, ഇത് യഥാർത്ഥത്തിൽ നാച്ചുറലി സംഭവിക്കുന്നതാണെന്ന് കരുതിക്കോ. അപ്പോഴും ഈ CJP അല്ലെങ്കിൽ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കാണ് ഈ വോട്ട് കിട്ടുന്നത്. അല്ലാതെ ഇതുവരെയും കോൺഗ്രസിനോ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കോ വോട്ട് കിട്ടുന്നതായിട്ട് പ്രൂഫ് ഒന്നുമില്ല. ഇനി അത് പഞ്ചാബിലും UPയിലും ഇപ്പം 2027 ഫെബ്രുവരിയിൽ ഇലക്ഷൻ നടക്കുക, അപ്പോഴേ അത് അറിയാൻ പറ്റുള്ളൂ. അതുവരെ ഒരു കുറച്ചുകൂടെ ഡിസിപ്ലിൻ കാണിച്ച് ജനങ്ങളുടെ ഇമാജിനേഷൻ പിടിച്ചു പറ്റുന്ന ഓൾട്ടർനേറ്റീവ് വിഷൻ ജനങ്ങൾക്ക് കൊടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഇതുപോലുള്ള സത്യത്തിൽ പറഞ്ഞാൽ തോട്ട്ലെസ് ആയിട്ടുള്ള പരിപാടികളാണ്. അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഇനിയിപ്പം ഇതിൻ്റെ താഴെ എന്ത് കമൻറ്റിട്ട് എൻ്റെ തെറി വിളിച്ചാൽ